ഹലോ സ്റ്റുഡൻസ്, 10th റിസൾട്ട് വന്നു കഴിഞ്ഞാൽ കൊമേഴ്സ് പ്ലാൻ ചെയ്ത കുട്ടികളുണ്ടായിരിക്കും. ആ കൊമേഴ്സ് പ്ലാൻ ചെയ്ത കുട്ടികളുടെ മനസ്സിൽ ഏറ്റവും പ്രധാനമായിട്ടും വരുന്ന ഡൗട്ട് എത്ര A+ ഉണ്ടെങ്കിൽ എനിക്ക് സ്കൂളിൽ കിട്ടും. കാരണം സ്കൂളൊക്കെ ഒരു പക്ഷേ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ സ്കൂൾ സെലക്ട് ചെയ്യണം, എനിക്ക് ഇഷ്ടപ്പെട്ട സ്കൂൾ ഏതാണ്, അതുപോലെ തന്നെ ഏത് ഓപ്ഷനാണ് ഞാൻ പഠിക്കേണ്ടത്, മാത്സ് ആണോ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനോ, സ്റ്റാറ്റി ആണോ, അതോ പൊളിറ്റിക്സ് ആണോ, ഈ സ്കൂളൊക്കെ മക്കൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ഇനി എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ A+ൻ്റെ എണ്ണത്തിനനുസരിച്ച് എനിക്ക് ആ സ്കൂൾ അഡ്മിഷൻ കിട്ടണം. അപ്പോൾ കൊമേഴ്സിന് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി എത്ര A+ വേണം? അതിന് പല കാര്യങ്ങൾ ഡിപ്പെൻഡബിൾ ആണ്. നമുക്കറിയാം, നമ്മൾ കൊമേഴ്സ് സ്ട്രീം +1 പഠിച്ചു തുടങ്ങുന്നത് ഒരു ബേസ് ക്ലാസ് ആണ്. അപ്പോൾ കൊമേഴ്സിലേക്ക് ഫുൾ A+ കിട്ടിയ കുട്ടികൾ, കൊമേഴ്സിലേക്ക് ഫുൾ A+ കിട്ടിയ കുട്ടികൾ എന്തായാലും പ്ലാൻ ചെയ്ത് വെക്കുന്നുണ്ട്. A+ൻ്റെ എണ്ണം നോക്കിയിട്ട് ഓപ്ഷനിലേക്ക് പോകുന്ന രീതികളൊന്നുമല്ല, കുട്ടികൾ ആദ്യം പ്ലാൻ ചെയ്യുന്നു. അതുകൊണ്ട് ഫുൾ A+ കിട്ടിയ ഒരുപാട് കുട്ടികൾ ഫസ്റ്റ് ചോയ്സ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കൊമേഴ്സിന് ഓപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ നമുക്ക് ഡിപ്പെൻഡബിൾ ആയിട്ട് കിടക്കുന്നത്, അതായത് ഓരോ സ്കൂളിൻ്റെ റിസൾട്ടുകൾ, ഓരോ സ്കൂളിൻ്റെ ലൊക്കാലിറ്റി ഇതെല്ലാം ഇതിനായിട്ട് ഡിപ്പെൻഡബിൾ ആണ്. ഫോർ എക്സാമ്പിൾ, നല്ലപോലെ കുട്ടികൾ ശ്രദ്ധിക്കുന്ന ഒരു സ്കൂളാണെങ്കിൽ അവിടെ കൊമേഴ്സ് സ്ട്രീമിന് നല്ല ഡിമാൻഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ അവിടുത്തെ ഫാക്കൽറ്റീസ്, അല്ലെങ്കിൽ അവിടുത്തെ ഫെസിലിറ്റീസ്, അപ്പോൾ തീർച്ചയായും അവർ ഓപ്റ്റ് ചെയ്യുന്ന അവിടെയായിരിക്കും. കൂടാതെ മാത്സ് ഓപ്ഷൻ മാത്രമാണ് കുട്ടി പ്ലാൻ ചെയ്യുന്നതെങ്കിൽ കൊമേഴ്സിലൂടെ മാത്സ് പഠിക്കണം. അപ്പോൾ ഈ സ്കൂളിലെ മാത്സ് അടിപൊളിയാണ്, അല്ലെങ്കിൽ ഈ സ്കൂളിൽ പോകാം മാത്സ് പഠിക്കാൻ വേണ്ടി. അപ്പോൾ അവിടുത്തെ A+ൻ്റെ ഡിമാൻഡ് ആയിരിക്കും. അതുകൊണ്ട് പല കാര്യങ്ങൾ ഈ A+ൻ്റെ എണ്ണത്തിൽ ഡിപ്പെൻഡബിൾ ആണ്. ഒരുപക്ഷെ നമ്മൾ ഒരു റിസർവേഷനുള്ള കുട്ടിയാണോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സ്പോർട്സ് കാറ്റഗറി ഉണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്ത്, അതുപോലെ തന്നെ ഇതെല്ലാം ഡിപ്പെൻഡബിൾ ആണ്. ഇതൊന്നും ഇല്ലാതെ ഒരു നോർമൽ A+ ആയിട്ട് നിങ്ങൾ പോകുന്നെങ്കിൽ ഫുൾ A+കാർക്ക് ഉറപ്പാണ് എന്തായാലും കിട്ടിയിരിക്കും. 9 A+കാർ പേടിക്കേണ്ട, എന്തായാലും കിട്ടിയിരിക്കും. ഇനി 8ഓ 7ഓ 6ഓ, അപ്പോൾ മിനിമം നമ്മൾ കഴിഞ്ഞ വർഷത്തെ നമ്മളൊരു റാൻഡമായിട്ട് സ്കൂളിൻ്റെ കണക്കിലെടുത്ത് നോക്കുമ്പോൾ അവസാന ചാൻസ് വരെ കൊമേഴ്സ് കുട്ടികൾ എത്തിയത് ഒരു 6 A+ ഉള്ള കുട്ടി വരെ, 6-7 A+ ഉള്ള കുട്ടികൾ വരെ എവിടെ എത്തിയിട്ടുണ്ട്, +1 കൊമേഴ്സ് ക്ലാസ്സിൽ എത്തിയിട്ടുണ്ട്. അവസാനത്തെ അലോട്ട്മെൻറ്റ് വരെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവസാനത്തെ അലോട്ട്മെൻറ്റ് വരെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 7-6 വരെ എന്തായാലും സാധ്യതയുണ്ട്. അതുകൊണ്ട് ടെൻഷനൊന്നും അടിക്കേണ്ട, കൊമേഴ്സ് നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ റിസൾട്ട് വന്നാൽ പെട്ടെന്ന് തന്നെ A+ൻ്റെ എണ്ണം നോക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സ്കൂളായിട്ട് സെർച്ച് ചെയ്ത് തുടങ്ങുക. ഇനി കൊമേഴ്സ് പഠനം നമുക്കറിയാം ഒരു ബേസ് ക്ലാസ് ആണ് +1 എന്ന് പറയുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ഒരു അഡീഷണൽ സപ്പോർട്ട് നിർബന്ധമാണ്. അപ്പോൾ സൈലം കൊമേഴ്സ് ടീം നിങ്ങൾക്കറിയാം യുവ ബാച്ചിലൂടെ +1 ക്ലാസ് ഓൾറെഡി നമ്മൾ ബേസിക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. ഇനി കൊമേഴ്സ് ആണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യാൻ വിചാരിച്ചത്, നമുക്കറിയാം നേരത്തെ പഠിച്ചു തുടങ്ങും. സ്കൂളിൽ നമുക്ക് അലോട്ട്മെൻറ്റും അഡ്മിഷനൊക്കെ കഴിയുമ്പോഴത്തേക്കും ഒരു ജൂൺ 15 അല്ലെങ്കിൽ ജൂൺ പകുതി ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ മാർച്ച് നമുക്ക് എക്സാമിനേഷൻ നടക്കുന്നു, പബ്ലിക് എക്സാം നടക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് നേരത്തെ നമ്മൾ കൊമേഴ്സ് പഠിച്ചു തുടങ്ങണം. ബേസിക് ക്ലാസ്സുകളാണ്. അതിന് ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് സൈലം കൊമേഴ്സിൻ്റെ യുവ ബാച്ചാണ്. യുവ ബാച്ചിൽ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് യുവ ബാച്ചിൽ അഡ്മിഷൻ എടുത്തുകൊണ്ട് നേരത്തെ പഠിച്ചു തുടങ്ങാം.